ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റിയായ ഒരു മീറ്റ് റോളാണ് ഉണ്ടാക്കുന്നത്. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ആദ്യം ഇതിനു വേണ്ടി നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കണം. ഈ ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് പാല് ചേർക്കാം. ഇളം ചൂടുള്ള പാലാണ് ചേർക്കേണ്ടത്. ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. മാവ് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം ഓയിൽ പുരട്ടിയിട്ട് പൊങ്ങാനായി മാറ്റിവെക്കാം. 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ മാവ് നന്നായി പൊങ്ങി വരും. നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിനായുള്ള മസാല തയ്യാറാക്കാം. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ നന്നായി വഴന്ന് ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 സവാള ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായി വഴന്ന് ഇതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ബീഫ് ചേർക്കാം. 300 ഗ്രാം ബീഫ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇതും കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇപ്പോൾ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. 1.5 മണിക്കൂർ എടുത്തു ഇത് നന്നായി പൊങ്ങി വരാൻ. ഇനി ഇത് ഒന്നുകൂടി കുഴച്ച് ചെറിയ ബോളുകളാക്കി എടുക്കണം. ഇതൊരു 8 ഭാഗമായി മുറിച്ചെടുത്ത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഈ പലകയിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് ഒരു ഓവൽ ഷേപ്പിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കൈകൊണ്ട് തന്നെ പരത്തിയെടുത്താൽ മതി. ചെറിയൊരു തിക്നെസ്സിൽ വേണം പരത്താൻ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഫില്ലിംഗ് വെച്ച് കൊടുക്കാം.
രണ്ട് സൈഡും പ്രസ് ചെയ്ത് ഒട്ടിക്കണം. ഇതിൻ്റെ അരികൊക്കെ നന്നായി ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ നന്നായി ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ വിട്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. എല്ലാം നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ട ഈ ബൗളിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കണം. എല്ലാം ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ റോളുകൾ ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ അകം വേവാതെ പുറം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിൻ്റെ എല്ലാ സൈഡും ഇപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. നമ്മുടെ ടേസ്റ്റിയായ മീറ്റ് റോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.